ഇന്ന് ഓഗസ്റ്റ് 8. കവളപ്പാറയുടെ കണ്ണീരിന് ഇന്നേക്ക് 5 ആണ്ടുകൾ. 3 ദിവസം തോരാതെ പെയ്ത മഴയ്ക്കൊടുവിലാണ് രാത്രിയിൽ മുത്തപ്പൻ കുന്നിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീണത്. കുന്നിനു താഴെയുള്ള 40-ലധികം വീടുകൾക്ക് മുകളിൽ മണ്ണും ചെളിയും പാറയും ചേർന്ന് മറ്റൊരു കുന്ന് രൂപപ്പെട്ടു. സെക്കൻഡുകൾ കൊണ്ട് 59 ജീവനുകളാണ് നഷ്ടമായത്. പുറം ലോകം ആ ദുരന്തമറിയുന്നത് അപകടം നടന്ന മണിക്കൂറുകൾ കഴിഞ്ഞ് മാത്രമാണ്. ആഗസ്റ്റ് 8 എന്ന് പറയുമ്പോൾ ആദ്യമായിട്ടൊരു ദുരന്തം നേരിൽ കണ്ട ഒരു അമ്പരപ്പോടുകൂടി തന്നെയാണ് അതിനെ കണ്ടിരുന്നത്. മാത്രമല്ല, കൂടെ താമസിച്ചിരുന്ന, കൂടെ കളിച്ച് ചിരിച്ച് നടന്നിരുന്ന ആളുകളൊക്കെ ആ പ്രദേശവും ഇല്ല, ആ ആളുകളും ഇല്ല. അത് വല്ലാത്തൊരു അവസ്ഥ തന്നെയായിരുന്നു. അതിൽ നിന്നൊരു മാറ്റം സംഭവിക്കാൻ വർഷങ്ങൾ തന്നെ എടുത്തു എന്ന് തന്നെ പറയാം. ഇപ്പോഴും സുരക്ഷാ ഭീഷണിയിൽ കഴിയുന്നവർ നിരവധിയുണ്ട് കവളപ്പാറയിൽ. മഴ വരുമ്പോൾ ഇവർക്ക് വീടുകളിൽ നിന്ന് മാറേണ്ട സ്ഥിതിയാണ്. ഇന്നും മാറി താമസിക്കേണ്ട ആളുകൾ ഇന്നും മാറ്റി താമസിപ്പിക്കാതെ ഈ ദുരന്ത ഭീഷണിയെ നേരിട്ടുകൊണ്ട് ശക്തമായ മഴക്കാലം വരുമ്പോൾ ക്യാമ്പുകളിലാണ് ഇപ്പോഴും കവളപ്പാറ മേഖലയിലുള്ള ആളുകൾ താമസിക്കുന്നത്. 74 കുടുംബങ്ങളാണ് ഇന്ന് ആ ഭീഷണി നേരിട്ടുകൊണ്ട് മാറി താമസിച്ചുകൊണ്ട് കവളപ്പാറ മുത്തപ്പന്മാരുടെ താഴ്വാരത്തായിട്ട് നിൽക്കുന്നത്. അതും കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമായിട്ടാണ്